പ്രൈസ് ലോർഡ്. വേഗം പ്രതീക്ഷിക്കുന്ന നാമത്തിലെ സ്നേഹം എന്നിട്ട് എല്ലാ ദൈവമക്കും അറിയിക്കുന്നു. ഈ അനുഗ്രഹിക്കപ്പെട്ട ദിവസം ദൈവമക്കളുമായിട്ട് ഷെയർ ചെയ്ത് ദൈവൻ്റെ മനസ്സിലേക്ക് തന്ന വാക്യം ഉൽപ്പത്തി 50:19-20. യോസേഫ് അവരോട്, നിങ്ങൾ ഭയപ്പെടേണ്ട, ഞാൻ ദൈവത്തിൻ്റെ സ്ഥാനത്തിരിക്കുന്നുവോ? നിങ്ങൾ എൻ്റെ നേരെ ദോഷം വിചാരിച്ചു. ദൈവമോ ഇന്നുള്ള പോലെ ബഹുജനത്തിന് ജീവരക്ഷ വരുത്തേണ്ടതിന് അത് ഗുണമാക്കി തീർത്തു. ആമേൻ. അനുഗ്രഹിക്കപ്പെട്ട തിരുവചനം അല്ലേ? ഈ വചനം നമുക്ക് വായിക്കുമ്പോൾ തന്നെ അറിയാം, യോസെഫ് തൻ്റെ സഹോദരന്മാരോട് പറയുന്ന വാക്യമായത്. ഏതവസ്ഥയിലായിരിക്കുന്ന സമയത്ത് അപ്പൻ മരിച്ചതിന് ശേഷം തൻ്റെ സഹോദരന്മാർ ഭയന്നു, യോസെഫ് തങ്ങൾക്ക് ദോഷം ചിന്തിക്കുമോ, തങ്ങൾക്കെതിരായി പ്രതികാരം ചെയ്യുമോ എന്ന് ഭയന്ന് അല്ലേ, ആ ഒരു രീതിയിലേക്ക് കടന്നു വരുന്ന സമയത്ത് യോസഫിൻ്റെ മുന്നിൽ വന്ന് അടിയറ പറയുകയാണ്, എന്നോട് ഞങ്ങളോട് ക്ഷമിക്കണം, അടിമകളായി ഞാൻ ജീവിച്ചോളാം എന്ന് പറഞ്ഞ് സഹോദരന്മാർ യോസഫിൻ്റെ കാല് പിടിക്കുന്ന ഒരു അനുഭവം അല്ലേ. ആ സമയത്ത് യോസഫ് പറഞ്ഞ വാക്കുകളായത്. നമുക്കൊന്ന് യോസഫിനെ പറ്റി ഒന്ന് പുറകോട്ടൊന്ന് തിരിഞ്ഞു നോക്കുകയാണെങ്കിൽ, യൗവന പ്രായത്തിൽ തന്നെ അല്ലേ ഏറ്റവും കൂടുതൽ കഷ്ടത അനുഭവിക്കുകയും പ്രയാസങ്ങളും എന്തൊക്കെ നിന്നയും പരിഹാസവും അല്ലേ തടവറയും എല്ലാ രീതിയിലും ഒരു മനുഷ്യൻ അനുഭവിക്കാവുന്നതിൻ്റെ മാക്സിമം ആ ഒരു ദുഃഖവും പ്രയാസവും അനുഭവിച്ച ഒരു വ്യക്തി ജീവിതമായി യോസെഫ്. ഒത്തിരി കരഞ്ഞിട്ടുണ്ട് ദൈവസന്നിധിയിൽ, ഒത്തിരി നിലവിളിച്ചിട്ടുണ്ട് ദൈവസന്നിധിയിൽ. ആരോരുമില്ലാതെ ഏകനായി നിന്നപ്പോൾ ആകെ കൂടെ ഉണ്ടായിരുന്ന കർത്താവായിരുന്നല്ലേ. ദൈവം മാത്രമേ യോസെഫിൻ്റെ കൂടെ ഉള്ളായിരുന്നു. യോസെഫിൻ്റെ കണ്ണുനീർ കാണുവാൻ, സംസാരം കേൾക്കുവാൻ അല്ലേ, എല്ലാത്തിനും ദൈവം മാത്രമായി യോസെഫിൻ്റെ കൂടെ നിന്നൊരു ഒരു വ്യക്തി ജീവിതമായി യോസെഫും. കാരണം എന്നാ, എല്ലാവരും തള്ളപ്പെട്ടു, എല്ലാവരും സൈഡിൽ നിന്ന് തള്ളപ്പെട്ടു. സഹോദരന്മാർ പറഞ്ഞു, ഇവനെ കൊണ്ട് കൊള്ളത്തില്ല, ഇവൻ നമുക്ക് കൂടെ നിന്നാൽ നമുക്ക് പണിയാവും അല്ലേ, നമ്മുടെയൊക്കെ ഭാഷയിൽ പറഞ്ഞാൽ നമുക്കൊക്കെ എട്ടിൻ്റെ പണിയാവും, അതുകൊണ്ട് തന്നെ ഇവനെ അങ്ങ് നശിപ്പിച്ച് കളഞ്ഞേക്കാം. ആ ഒരു രീതി അവനെ തള്ളിക്കളയാൻ വേണ്ടി സഹോദരന്മാർ അല്ലേ പ്ലാൻ ചെയ്ത് കുഴിയിൽ കൊണ്ടിട്ട് അതിനുശേഷം അതിന്നെടുത്ത് അടിമയായിട്ട് വിറ്റ് കളഞ്ഞു അല്ലേ. ആ ഒരു അവസ്ഥയൊക്കെ നമ്മൾ നോക്കുമ്പോൾ, ഈ ലോകത്തിൽ നമ്മൾ ജീവിക്കുമ്പോൾ നമുക്ക് നമ്മളെ തന്നെ തിരിഞ്ഞു നോക്കാം. നമ്മൾ ജീവിക്കുമ്പോൾ നമ്മുടെ സഹോദരന്മാർ നമുക്കെതിരെ അല്ലെ, സഹോദരൻ അല്ല സഹോദരി നമുക്കെതിരെ ഒരു വാക്ക് ഒന്ന് എതിർത്ത് സംസാരിച്ച, ഇച്ചിരി ഒന്ന് ദേഷ്യപ്പെട്ട് പറഞ്ഞാൽ തന്നെ നമുക്ക് പലപ്പോഴും സഹിക്കാൻ പറ്റത്തില്ലേ. ആ രീതിയിൽ കൂടി കടന്നു വന്ന് ദൈവദേവന്മാർ നമ്മളല്ലേ പലപ്പോഴും നമ്മളെ നിന്ദിച്ച പരിഹസിച്ച നമ്മൾ പലപ്പോഴും തകർന്നു പോകുന്നൊരു അനുഭവമാണ്. കൂടെ നിൽക്കുന്ന ദൈവത്തെ പോലും തള്ളി പറഞ്ഞ് ദൈവത്തോട് ചോദിക്കും, കർത്താവേ എനിക്ക് എന്തിനാ ഇങ്ങനെ ജീവിതം, എന്നെ എല്ലാവരും തള്ളിക്കളഞ്ഞു, എനിക്ക് ആരുമില്ലല്ലോ എന്ന് പറഞ്ഞ് നമ്മൾ പലപ്പോഴും ദൈവസന്നിധിയിൽ പിറുവിറുക്കുന്ന ഒരു അനുഭവമുള്ളല്ലേ. ഇനി പറഞ്ഞ് ഞാനായാലും അങ്ങനെ സംസാരിച്ചു പോകും, നിങ്ങളായാലും സംസാരിച്ചു പോകും അല്ലേ. ഈ ദിവസങ്ങളിൽ അങ്ങനെയുള്ള വ്യക്തിജീവിതങ്ങളായ നമ്മൾ യോസെഫിനെ ഒന്ന് തിരിഞ്ഞു നോക്കണം. യോസെഫിൻ്റെ അനുഭവം ഒന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ നമ്മളും കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏറ്റവും അടുത്ത് വരും. കർത്താവിനോട് പറയും, കർത്താവേ എൻ്റെ ജീവിതത്തിൽ തന്ന കഷ്ടതകൾ, എൻ്റെ ജീവിതത്തിൽ തന്ന പ്രയാസങ്ങൾ എനിക്ക് ഏറ്റവും അനുഗ്രഹമായി, എനിക്ക് മാത്രമല്ല എന്നിലൂടെ അത് അനേകർക്ക് വിടുതലായി തീരുവാൻ തക്കണം അങ്ങെടുത്ത് ഉപയോഗിച്ചു എന്ന് പറയാൻ തക്കണം ഞാനും നിങ്ങളും സാക്ഷ്യമുള്ള ജീവിതങ്ങളായി കർത്താവ് എടുത്ത് മാനിക്കുക തന്നെ ചെയ്യും. ഒന്നു മാത്രം പിറുവിറുപ്പില്ലാതെ ദൈവസന്നിധിയിൽ നിന്ന് കൊടുക്കുക മാത്രം ചെയ്താൽ മതി. യോസേഫ് എന്താ ചെയ്തത്? പിറുവിറുത്തില്ല, ദൈവത്തെ തള്ളി പറഞ്ഞില്ല, ഏൽപ്പിച്ചു കൊടുത്തു. പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ അനുഭവിച്ചപ്പോഴും ഒന്ന് യോസെഫിന് അറിയായിരുന്നു, എന്നെ വിളിച്ച ദൈവം എൻ്റെ കൂടെയുണ്ട്, എന്നെ വഴി നടത്തും, ഇന്നല്ലെങ്കിൽ നാളെ എന്നെ പറഞ്ഞ വാഗ്ദത്തം എൻ്റെ ജീവിതത്തിൽ തന്ന് നിറവേറ്റുമെന്ന് യോസെഫിനൊരു പ്രത്യാശ ഉണ്ടായിരുന്നല്ലേ, ഒരു പ്രതീക്ഷ ഉണ്ടായിരുന്നല്ലേ. ഈ ദിവസങ്ങൾ ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിലും വേണ്ടത് അതാ. പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോഴും പ്രതിസന്ധികൾ കടന്നു വരുമ്പോഴും നമ്മൾ അടിയുറച്ച് വിശ്വസിക്കണം, എന്നെ വിളിച്ച ദൈവം വിശ്വസ്തൻ, ഇന്നല്ല നാളെ എനിക്ക് തരാമെന്ന് പറഞ്ഞ വാഗ്ദത്തങ്ങൾ ഞാൻ റിസീവ് ചെയ്യും, എൻ്റെ കാര്യങ്ങളിൽ കർത്താവ് അത് തരിക തന്നെ ചെയ്യുമെന്നൊരു ഉറച്ച ബോധം നമ്മുടെ ജീവിതത്തിൽ അത്യാവശ്യമായിട്ട് ഈ ദിവസങ്ങളിൽ വേണ്ടതാണ്. യോസെഫിന് അതുണ്ടായിരുന്നു. ആ ഉണ്ടായതിൻ്റെ ഫലമായിട്ട് എന്ത് സംഭവിച്ചു? വാഗ്ദത്ത പൂർത്തീകരണം എത്തി അല്ലെ. സഹോദരന്മാർ വന്ന് കാൽക്കൽ വീഴുന്ന ഒരു അനുഭവത്തിലേക്ക് കർത്താവ് എത്തിച്ചേർന്നു. കാരണം എന്തുകൊണ്ടാണ് സഹോദരന്മാർ ഭയന്നത്? യോസെഫിനെ അടിമയായി വിറ്റ് കളഞ്ഞതാണെങ്കിൽ പോലും ഒരു അടിമയുടെ ലെവലിലല്ല യോസെഫ് അപ്പോൾ നിന്നത്. ഏറ്റവും ഒരു ഉന്നത പദവിയോടെ കർത്താവ് അവിടെ യോസെഫിനെ ആക്കിയിരുന്നത്. അതുകൊണ്ടാണ് സഹോദരന്മാർക്ക് ഭയന്നത്. കാരണം അവർക്കറിയാം യോസെഫിനുണ്ട് എന്ത് ചെയ്യുവാൻ സാധിക്കുന്ന ഒരു പൊസിഷനിൽ അവനിപ്പം നിൽക്കുന്നതെന്നല്ലേ. അതുകൊണ്ട് ഭാരപ്പെട്ട് പ്രയാസപ്പെട്ട് പറഞ്ഞതാണ്. പക്ഷേ യോസെഫിൻ്റെ ഒരു മറുപടി ഉണ്ടല്ലോ, ദൈവമക്കളെ നമ്മുടെ ജീവിതത്തിൽ നമ്മളത് ഏറ്റെടുക്കണം. യോസെഫ് പറഞ്ഞത്, നിങ്ങളങ്ങനെ ചെയ്തത് എനിക്ക് ഗുണമായി. കാരണം എന്താ, എന്നിലൂടെ അനേകർക്ക് ജീവരക്ഷ വരുവാൻ തക്കണം ദൈവം എന്നെ എടുത്ത് ഉപയോഗിച്ചു എന്ന് പറയുവാൻ തക്കണം. യോസെഫിനുണ്ട് അനുഗ്രഹിക്കപ്പെട്ട ദൈവത്തോട് അല്ലെ നന്ദിയുള്ള ഒരു ഹൃദയത്തോടെ യോസെഫ് പറഞ്ഞ വാക്കുകൾ കേട്ടാൽ കർത്താവിൻ്റെ നാമത്തിൽ ഈ ദിവസങ്ങളിൽ നമ്മുടെ ജീവിതത്തിൽ വരുന്നത് നമ്മൾ ക്ഷമിക്കുവാനും, നമ്മുടെ മുന്നിൽ വന്ന ആരെങ്കിലും നിന്ദിക്കുകയോ പരിഹസിക്കുകയോ ചെയ്യുകയാണെങ്കിൽ അവരോട് പോയി നമ്മൾ ഫൈറ്റ് ഉണ്ടാക്കാതെ മറുതലിക്കാതെ മാറി നിന്ന് ദൈവസന്നിധിയിൽ ഏൽപ്പിച്ചു കൊടുക്കുകയാണെങ്കിൽ ഒരു പക്ഷേ
നമ്മളെക്കാൾ കൂടുതൽ അല്ലേ, ഇപ്പം എൻ്റെ ജീവിതത്തിലൊരു ഒരു പ്രശ്നത്തിൽ പ്രയാസത്തിൽ ഞാൻ കടന്നു പോകുമ്പോൾ നാളെ എൻ്റെ ജീവിതത്തിലൊരു വായ്ത്തത്വം കിട്ടുമ്പോൾ, അല്ലെ നിങ്ങളുടെ ജീവിതത്തിലൊരു വായ്ത്തത്വം കിട്ടുമ്പോൾ അത് നമ്മുടെ ജീവിതത്തേക്കാൾ കൂടുതലായിട്ട് അനേകർക്ക് പ്രയോജനപ്പെടുന്ന അളവുക്ക് കർത്താവ് എടുത്ത് ഉപയോഗിക്കും. ഒന്ന് മാത്രമേ ഉള്ളൂ, ഏൽപ്പിച്ചു കൊടുത്താൽ മതി. പിറുപിറുപ്പില്ലാതെ അല്ലേ, ഒരിക്കലും ദേഷ്യപ്പെടാതെ, ദൈവത്തെ ഒരിക്കലും തള്ളിക്കളയാതെ മുന്നോട്ട് പോവുകയാണെങ്കിൽ ദൈവം നമ്മളെ അനുഗ്രഹിക്കും, മാനിക്കും. വരാം തരാം എന്ന് പറഞ്ഞ വായ്ത്തത്വം നമ്മൾ റിസീവ് ചെയ്യും. നമ്മളെ ഇരുത്താമെന്ന് പറഞ്ഞ സീറ്റിൽ കർത്താവ് നമ്മളെ ഇരുത്തും. നമ്മൾ കുത്തിക്കുമെന്ന് പറഞ്ഞ വായ്ത്തത്വ നാട്ടിൽ നമ്മൾ കാലുകുത്തുക തന്നെ ചെയ്യും. ഒന്നും മാത്രം, ചെറിയ പ്രശ്നങ്ങൾ പ്രയാസങ്ങൾ കടന്നു വരുമ്പോൾ മറുതലിക്കാതെ പിറുർക്കാതെ ദൈവസന്നിധിക്ക് ഒന്ന് അടുത്ത് നിൽക്കുകയാണെങ്കിൽ കർത്താവ് നമ്മളെ അനുഗ്രഹിച്ച് മാനിക്കും. നമ്മളെ മാത്രമല്ല, നമ്മളിലൂടെ അനേകം പേർ ദൈവരാജ്യത്തിന് വേണ്ടി വിടുവിക്കപ്പെടുക തന്നെ ചെയ്യും. യുവജനത്തെ എല്ലാ ദൈവങ്ങളെ ദൈവം സഹായിക്കട്ടെ. അനുഗ്രഹിക്കപ്പെട്ട ഒരു ദിവസം നേർന്നുകൊണ്ട് ഞാൻ എൻ്റെ വന്ദിച്ചിരിക്കുന്നു. ആമേൻ.